ഇസ്രായേലിൽ നിന്നാണേ. നമുക്കിന്നൊരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കിലോ വെളുത്തുള്ളിയാണ് കേട്ടോ. ആവശ്യത്തിന് എരിവിനായിട്ട് ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്, വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഉലുവ പൊടിച്ചതുണ്ട്, കായം പൊടിച്ചതുണ്ട്, പിന്നെ നമ്മുടെ വിനാഗിരി ഉണ്ട്. ഇനിയും ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ എക്സ്ട്രാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ വേണം, കടുക് വേണം, മഞ്ഞൾപ്പൊടി വേണം. ഞാനിവിടെ എടുക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് ഓയിൽ ഉപയോഗിക്കാം. ഒലിവ് ഓയിലോ നല്ലെണ്ണയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി അച്ചാറിടുമ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ അച്ചാറിടുന്നത്, ഫ്രൈ ആക്കുന്നത്, തോരന്, വറവ് ഒക്കെ എടുക്കുന്നത് നമ്മുടെ ഒലിവെണ്ണയിലാണ്. നമുക്ക് സുലഭമായി കിട്ടുന്നത് കൊണ്ടാണ് കേട്ടോ. ഇനി അതിലേക്ക് കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി അച്ചാറിന് നമ്മൾ ഇഞ്ചി കുറവാണ് ഉപയോഗിക്കുന്നത്. ഇതിന് മുളകും വെളുത്തുള്ളിയുമാണ് കൂടുതലായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ ആവശ്യത്തിന് എരിവിനായിട്ട് ഞാൻ നന്നായിട്ടുണ്ട് മുളക് ചേർക്കുന്നുണ്ട്. ഞാൻ മുളക് പൊടിയുടെ എരിവ് കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. പക്ഷേ പച്ചമുളക്, ഉണ്ടമുളകൊക്കെ ഞാൻ ധാരാളമായിട്ട് കഴിക്കും. അപ്പോൾ ഇത് നമ്മുടെ തോട്ടത്തിലെ മുളകാണ് കേട്ടോ. എൻ്റെ ലാസ്റ്റ് ടൈമായി. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ പറിച്ച് നോക്കിയപ്പം കുറച്ച് പഴുത്തതുണ്ടായിരുന്നു. അപ്പോൾ അത് കളയാൻ തോന്നിയില്ല. ഉപ്പിലിട്ടത് കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനിയും മുമ്പോട്ടുള്ള ദിവസങ്ങളിലേക്ക് ഒന്ന് സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മുളക് നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് മാറി, തോലിൻ്റെയൊക്കെ കട്ടിയൊന്ന് മാറി ഒരു സ്മൂത്ത് പരുവം പോലെ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി അധികം വേവിക്കണ്ട, തീയൊന്ന് കുറച്ചിട്ടിട്ട് ഇളക്കി എടുത്താൽ മതി. അതിലേക്ക് പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ചേർത്ത് ഇളക്കി എടുക്കണം. ഒത്തിരി നേരം ഇട്ടിട്ട് വേവിക്കണം. ഞാൻ നന്നായിട്ട് ചട്ടിക്ക് ചൂടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തീ ഇപ്പോൾ കുറച്ച് വെച്ചേക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എരിവ് വേണമെങ്കിൽ എരിവ് ഉപയോഗിക്കാം. പിന്നെ ഓയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ അത്യാവശ്യത്തിനൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഓയിൽ അതിൻ്റെ സൈഡിലേക്ക് തൂവി കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ അച്ചാറിൻ്റെ കളറെന്ന് പറയുന്നത് ഇങ്ങനെ മഞ്ഞ കളറാണ്. ചുമന്ന പൊടിയിട്ടിട്ട് മുളക് പൊടി ഇട്ടിട്ട് അച്ചാറിടും. പക്ഷേ വെളുത്തുള്ളി അച്ചാർ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ അച്ചാറാണ് കേട്ടോ. കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതങ്ങ് അലുക്കും. വെളുത്തുള്ളി അറിയാമല്ലോ, അലുക്കും പെട്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് കഴിക്കാനൊരു ടേസ്റ്റ്. ഇത് മാത്രം മതി. പല സമയങ്ങളിൽ നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ ഇത് ഇളക്കിയാണ് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു കുറച്ച് നേരം കൂടെ ഒന്നും കൂടെ ഒന്ന് വെളുത്തുള്ളിയുടെ ആ കടുപ്പം ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും നിങ്ങളുടെ ആവശ്യത്തിന് എത്രത്തോളം വേണം. എരിവിന് തുല്യമായിട്ട് നിൽക്കണം അച്ചാറിന് ഉപ്പ് കൂടെ, ഇല്ലെങ്കിൽ എരിവ് കൂടുതലാവും, അപ്പോൾ അത് പ്രശ്നമാകും. ഇപ്പം ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുപ്പിയിലോട്ട് മാറ്റുന്ന സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ അച്ചാർ റെഡിയായി വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വിനാഗിരിയാണ്. ഞാൻ വിനാഗിരി ഒന്ന് ചൂടാക്കിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. ഞാൻ ചട്ടി ഓഫ് ചെയ്തു, അതിലേക്ക് നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെക്കണം ഇതിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. കാരണം ഇരുമ്പ് ചട്ടിയാണ്, അച്ചാറാണ്. വിനാഗിരിയുടെ പുളി അങ്ങോട്ട് ചെല്ലുമ്പം തുരുമ്പ് പോലെ ചിലപ്പോൾ ഇളകാൻ സാധ്യത കാണും. ഇനി നമ്മളതിനെ ആറാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുപ്പിയിലേക്ക് മാറ്റാൻ പോകണം. ഉണങ്ങി ഇരിക്കുന്ന ഒരു കുപ്പി എടുക്കാം. അത് ഞാൻ 2 ദിവസം മുമ്പേ കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുത്താണ് കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം ഇരിക്കരുത്. നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അകത്തേക്ക്. ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ചെറിയൊരു പരിപാടിയുണ്ട്. ശകല ഒലിവ് ഓയിൽ ഒന്ന് ചൂടാക്കി ഇളം ചൂടോടുകൂടി നമ്മൾ ഈ അച്ചാറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതെൻ്റെ വീട്ടിൽ അച്ചാർ ഇടുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഇതാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ അച്ചാർ പൂക്കാതെ ഇരിക്കും. ഇളം ചൂട് മതി. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇനി നമുക്കിതെടുത്ത് ഉപയോഗിച്ച് തുടങ്ങാം.